ആഫ്റ്റർ ലൈഫ്, മരണത്തിന് ശേഷം എന്ത്? അന്നും ഇന്നും എന്നും ഒരേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് മരണത്തിന് ശേഷം എന്ത്. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മരിച്ചുപോയ ആളുകളോട് സംസാരിക്കാനുള്ള താല്പര്യം ഒരിക്കലും നഷ്ടപ്പെടാനും പോകുന്നില്ല. വീജാ ബോർഡ് വരുന്നതിന് മുമ്പേ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നത് ചാനലിങ്ങിലൂടെയായിരുന്നു. എന്താണ് ചാനലിംഗ് എന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു ആത്മാവിനെ നമ്മുടെ ശരീരത്തിലേക്ക് വിളിച്ച് ആ ആത്മാവ് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുക. എന്നാൽ ഇതിനോടുള്ള വിശ്വാസം കുറേ കുറഞ്ഞു തുടങ്ങിയപ്പോൾ മറ്റൊരു രീതിയിലൂടെയായിരുന്നു ആളുകൾ സംസാരിച്ചു തുടങ്ങിയത്. അതായത് അതും ഒരു തരത്തിൽ ചാനലിംഗ് തന്നെയാണ്. ആത്മാവിനെ സ്വന്തം ശരീരത്തിലേക്ക് ആവാഹിച്ചതിന് ശേഷം ഒരു പേനയെടുത്ത് കണ്ണടച്ച് ഇങ്ങനെ വരയ്ക്കും. ഇങ്ങനെ വരച്ചു കഴിഞ്ഞ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അത് എന്തെങ്കിലും ഒരു രൂപമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്ഷരമായിരിക്കും. അതിനെ സ്പിരിച്വലിസ്റ്റ് ഡീകോഡ് ചെയ്തിട്ട് ആരാണോ ആത്മാവിനോട് സംസാരിക്കാൻ വന്നത് അയാൾക്ക് പറഞ്ഞു കൊടുക്കും. അയാൾ അതും ആക്സെപ്റ്റ് ചെയ്ത് പോയിക്കൊള്ളണം. എന്നാൽ ഇതിനോടുള്ള ഒരു വിശ്വാസം കുറഞ്ഞപ്പോൾ അടുത്തൊരു രീതി വന്നത്, നമ്മൾ ഇന്ന് കാണുന്ന പ്ലാഞ്ചറ്റ്, വീജാ ബോർഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാഞ്ചറ്റിൻ്റെ 2 ഭാഗത്ത് മാത്രം ചക്രവും ഒരു ഭാഗത്ത് ഒരു പേനയും ഘടിപ്പിക്കും. ഇതൊരു വലിയ മാറ്റമായിരുന്നു. കാരണം ആത്മാവിനോട് സംസാരിക്കാൻ വരുന്ന ആൾക്ക് കൂടെ ഈ ഒരു പ്ലാഞ്ചറ്റിൽ സ്പർശിക്കാം. അത് വലിയൊരു മാറ്റം തന്നെയായിരുന്നു. അതിന് നല്ല രീതിയിലൊരു റീച്ചും കിട്ടിയിരുന്നു. എന്നാൽ ഇതിലും ഒരു അവിശ്വാസം വന്നു തുടങ്ങിയപ്പോഴാണ് വീജാ ബോർഡിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയത്.